ദൈവമായ കർത്താവ് മനുഷ്യകുലത്തിന് ഭൂമിയിൽ അവർ സന്തോഷമായിരിക്കാൻ അവിടുന്ന് അറിഞ്ഞു നൽകിയ കൃപാസ്രോതസ്സുകളുടെ അവസാനത്തെ സ്രോതസ്സാണ് വിവാഹമെന്ന കൂദാശ. ഈ വിവാഹമെന്ന കൂദാശ അവിടുന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് സ്ഥിരീകരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അതെ, അവൻ ഏകനായിരുന്നാൽ മ്ലേച്ഛതകളിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവമായ കർത്താവ് അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ സന്തോഷവാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് ചേർന്ന ഇണയെ നൽകുമെന്ന് അരുളി ചെയ്യുന്നു. അതിനായി അവിടുന്ന് അവനെ നിദ്രയിലാഴ്ത്തി അവനിൽ നിന്നും അവന്റെ ഭാര്യയിലുള്ളിൽ നിന്നും ഒന്ന് ഊരിയെടുത്ത് അവിടം മാംസം പൊതിഞ്ഞ് അവന് ചേർന്ന ഒരു ഇണയെ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ നിർത്തി. അവൻ അവളെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും, നരനിൽ നിന്നും എടുത്തതിനാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും എന്നവൻ പ്രഘോഷിച്ചു. അങ്ങനെ ദൈവമായ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുചെന്നാക്കി അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിലെ ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. അങ്ങനെ അരുളി ചെയ്തുകൊണ്ട് ദൈവം മടങ്ങിപ്പോയി. ദിവസവും ദൈവം അവിടെ വന്നു ലാത്തും ദൈവത്തോടുകൂടെ ആദമും ഹവ്വയും സന്തോഷിച്ച് സുഖിച്ച് വാണുപോന്നു. അങ്ങനെ ഇരിക്കലാണ് സാത്താൻ പാമ്പിന്റെ രൂപം ധരിച്ച് ഹവ്വായമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്ത്രീക്കുള്ള ബലഹീനത, അവളെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുവാനിടയായാൽ അവൾ പെട്ടെന്ന് ആ സ്തുതികളിൽ വീണുപോകും. ഇതറിയാവുന്ന സർപ്പം അവളെ വേണ്ട വിധം ഉപയോഗിച്ചു. സർപ്പം പറഞ്ഞു, ദൈവം നിങ്ങളോട് ഈ വൃക്ഷത്തിൽ ഏതെങ്കിലും പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അവൾ പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് തിന്നാൽ ഞങ്ങൾ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അവൾ സർപ്പം തന്റെ കൗശലം ഉപയോഗിച്ച് സ്ത്രീയെ കീഴ്പ്പെടുത്തി. അവൻ പറഞ്ഞു, ദൈവം നിങ്ങളെ ചതിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലെയാകും ഈ പഴം തിന്നാൽ. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് വിലക്കിയതെന്ന്. ആ പഴം കാണാനുള്ള അഴകും ഭംഗിയും കണ്ട് അവൾ മോഹിച്ചു. സർപ്പം പഴം പൊട്ടിച്ച് അവൾക്ക് കൊടുത്തു. അവൾ വാങ്ങി തിന്നു. തൽക്ഷണം അവൾക്ക് തിന്മ ചെയ്ത ബോധ്യമുണ്ടായി. താൻ നഗ്നയാണെന്ന് ബോധ്യപ്പെട്ടു. അവൾ അതിന്റെ ഒരു ഓഹരി അവളുടെ ഭർത്താവിനും കൊടുത്തിരുന്നു. രണ്ടുപേരും നഗ്നരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇലകൾ തുന്നിച്ചേർത്ത് അവർ ഒളിച്ചുപോയി. ദൈവസന്നിധിയിൽ നിന്നും മറഞ്ഞിരുന്നു പോയി. പാപം ഭയത്തെ പ്രസവിക്കുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ദൈവം വീണ്ടും വന്ന് അന്വേഷിച്ചപ്പോൾ ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന നിന്റെ സ്ത്രീ എന്നെ ചതിച്ചു. അതുവരെ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയായിരുന്നു, എൻ്റെ മാംസത്തിന്റെ മാംസമായിരുന്നു. നരനിൽ നിന്നും എടുത്തതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം പ്രഘോഷിച്ച ആദം തിന്മ ചെയ്തപ്പോൾ, തിന്മയിൽ വീണുപോയപ്പോൾ, അനുസരണക്കേട് പ്രവർത്തിച്ചപ്പോൾ ആദ്യം തന്നെ തന്റെ ഇണയെ തള്ളിപ്പറഞ്ഞു. അവളോട് ദൈവം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പാമ്പ് എന്നെ ചതിച്ചു. ഞാൻ തെറ്റ് ചെയ്തെന്ന് ആരും ഏറ്റുപറഞ്ഞില്ല. എല്ലാവരും മറ്റൊരാളുടെ മേലേക്ക് ചാരി. സ്വയം ചെയ്ത തെറ്റിനെ മറ്റുള്ളവരുടെ മേൽ ചാരി അവർ തെറ്റുകാരല്ല എന്ന് വരുത്തി തീർത്തു. അത് രണ്ടാമത്തെ പാപം. അപ്പോ അങ്ങനെ അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. നമ്മൾ തുടങ്ങിവെച്ചത് വിവാഹമെന്ന കൃപാസ്രോതസ്സിനെ കുറിച്ച് ചിന്തിക്കാനാണ്. ഇതിൽ നമുക്ക് ദൈവം തരുന്ന സന്ദേശങ്ങൾ, നീ ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് നീ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിന്റെ ചാർച്ചക്കാരിൽ നിന്നോ നിന്റെ ഗോത്രങ്ങളിൽ നിന്നോ ഭാര്യയെ സ്വീകരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്. നിനക്ക് ഞാൻ തരുന്ന ദേശത്ത് അവിടെ താമസിക്കുന്ന, അവിടെ അധിവസിക്കുന്ന അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുത്. കാരണം എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്നും അവർ അകറ്റിക്കളയും. അതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ അവർ മാറ്റിക്കളയും. കാരണം അവരുടെ ദേശത്ത് അവർ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയും മറ്റുമാണ്.
ആ ആരാധന, അവരുടെ ആരാധന ഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ ചെന്ന് പെടാതിരിക്കാൻ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് നിയമാവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നിവിടെ നമ്മൾ കാണുന്നത് എല്ലാം മാതാപിതാക്കൾ ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹങ്ങളല്ല, പകരം ഇക്കിളിപ്പെടുത്തുന്ന സന്തോഷങ്ങളിലെ മറവിൽപ്പെട്ടുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു. തൽഫലമായി ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്ത്യാനി അല്ലാത്ത അക്രൈസ്തവരായൊരു സഹോദരിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നാൽ അവൾക്ക് ക്രിസ്തീയ മഹത്വത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവൾ പഠിച്ചു വച്ചിരിക്കുന്ന ദൈവിക മൂല്യങ്ങളെ അവൾ പ്രസവിക്കുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. തൽഫലമായി ക്രിസ്തീയ മഹത്വം നഷ്ടപ്പെടുന്നു. മറിച്ചായാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ മോശയോട് അരുളി ചെയ്യുവാനുണ്ടായ കാരണം. വചനം എന്നും വർത്തമാന കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുക. വചനത്തിന് ഭാവിയോ ഭൂതമോ ഇല്ല. കാരണം ദൈവം സമയത്തിന് അതീതനാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇത് അങ്ങനെ തന്നെ വേണമെന്നുള്ളതിന് നിയമാവർത്തന പുസ്തകം പറയുന്നത് ശരിയാണെന്ന് വെക്കുന്ന അടുത്ത ബൈബിൾ ഭാഗമാണ് തോബിത്തിന്റെ പുസ്തകം. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിത്തിന്റെ മകൻ തോബിയാസ് വിവാഹിതനാകുന്നതും ഇതേ സാഹചര്യത്തിലാണ്. തോബിയാസിന്റെ കൂടെ സഹായകനായി കൂട്ടുകാരനായി സഹയാത്രികനായി കൂടിയ സഹോദരൻ തോബിയാസിനോട് പറയുന്നത് എങ്ങനെയാണ്: റഹുവേലിന്റെ മകളെ നിനക്ക് മാത്രമേ വിവാഹം ചെയ്യാനുള്ള അർഹതയുള്ളൂ. മറ്റാരെ റഹുവേലിന്റെ മകളെ മറ്റാര് വിവാഹം ചെയ്താലും അവർ മരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ തോബിയാസ് അവളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അവൾ 7 വട്ടം വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 7 ഭർത്താക്കന്മാരും അവളുമായി ശയിക്കുന്നതിന് മുമ്പ് ആ രാത്രി തന്നെ മരണപ്പെട്ടുപോയി. അപ്പോൾ ഈ കഥ കൂട്ടുകാരനോട് തോബിയാസ് അവതരിപ്പിച്ചു. അപ്പോഴാണ് കൂട്ടുകാരൻ തോബിയാസിനോട് പറയുന്നത്, അവളെ നിനക്കായി സൃഷ്ടിച്ചവളാണ്, നീ മാത്രമേ അവളെ പരിഗ്രഹിക്കാവൂ. അങ്ങനെ അവർ തമ്മിൽ വിവാഹിതരാകുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ ഉറങ്ങുന്നതിന് മുമ്പുള്ളൊരു പ്രാർത്ഥന വെളിപ്പെടുത്തി വയ്ക്കുന്നു വിശുദ്ധ ഗ്രന്ഥം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 8 തുടങ്ങി തിരുവചനങ്ങൾ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയായി താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്നും മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാനിവിടെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് തന്നെ അനുഗ്രഹിച്ചാലും. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സാറ ആമേൻ എന്ന് പറയുന്നു. ഇതാണ്
പഴയ നിയമത്തിൽ നിന്നും വിവാഹത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അടയാളങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു മിശിഹാ തമ്പുരാൻ. മിശിഹായോട് ചോദിക്കുന്നു, വിവാഹമോചനം അനുവദനീയമാണോ? അവിടുന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 31 മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വിവാഹബന്ധത്തിന്റെ പരിശുദ്ധി മിശിഹാ തമ്പുരാൻ എടുത്തു പറയുകയാണ്. പൗലോസ് ലീഗ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ എഴുതി വയ്ക്കുന്നു വളരെ വ്യക്തമായിട്ട്: ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നുള്ളതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആത്മസംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് ഒരു ആനുകൂല്യമായിട്ടാണ് പൗലോസ് ലീഗ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് തിരിച്ചറിയേണ്ടത്? നമ്മൾക്ക് ദൈവപിതാവ് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിട്ട് സ്ത്രീയോട് അവിടുന്ന് അരുളി ചെയ്തു, നീ ഇവനിൽ നിന്നും എനിക്ക് വേണ്ടി മക്കളെ സമ്പാദിക്കണം. എന്റെ മക്കളാണവർ. അവരെ നീ എന്റെ നിയമങ്ങളും ചട്ടങ്ങളും അഭ്യസിപ്പിച്ച് എന്റെ മക്കളായി വളർത്തണം. അതിന് പ്രതിഫലമായി നിന്റെ ഭർത്താവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഇവൻ നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരും. നിന്നെ സ്നേഹിക്കുകയും നിന്റെ മക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും സ്വരൂപിച്ചു തരികയും ചെയ്യും. അവിടെ ദൈവം സ്ത്രീയോട് പറഞ്ഞില്ല, മക്കളെ പരിപാലിക്കാൻ വേണ്ടി, വളർത്താൻ വേണ്ടി നീ വേലയ്ക്ക് പോകണമെന്ന്. ആ ചുമതല ഏൽപ്പിച്ചത് ഭർത്താവിനെയാണ്. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ അധ്വാനിച്ച് അതിൽ നിന്നും ഫലം പറ്റാൻ ആഗ്രഹിക്കുന്നവരായി മാറുന്നു.
നമ്മൾ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ മക്കളായി വളർത്തുവാൻ പലപ്പോഴും മറന്നുപോകുന്നു. പ്രതിഫലമോ മക്കൾ നമ്മളെ വഴിയരികിൽ ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ നിലവിളിയായി, സങ്കടം പറച്ചിലായി, എൻ്റെ മകൻ എന്നെ നോക്കുന്നില്ല, എൻ്റെ മകൾ എന്നെ ഉപേക്ഷിച്ചു. ഇതിനെല്ലാം കാരണം ദൈവം പറഞ്ഞ ഈ നിയമം ലംഘിച്ചതാണെന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കാറില്ല. വളരെ വ്യക്തമായി ദൈവം പറയുന്നു, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബം എന്ന് പറയുന്നത് ദേവാലയമാണ്. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ ദൈവത്തിന്റെ സൃഷ്ടി നടക്കുന്ന ബലിപീഠമാണ്. കുടുംബത്തിലാണ് മനുഷ്യ സൃഷ്ടി അരങ്ങേറുന്നത്. ദൈവം തന്റെ ഓമനകളായ പുരുഷനെയും സ്ത്രീയെയും അനുരാഗത്തിലാഴ്ത്തി അവരിൽ നിന്നും അവരുടെ സമ്മതപ്രകാരം അവരിൽ തന്റെ മക്കൾക്ക് ജന്മം നൽകുന്നു. ആ പ്രക്രിയയാണ് കുടുംബത്തിൽ നടക്കുന്നത്. ആ കുടുംബം ദൈവത്തിന്റെ ആലയമാണ്. അതിനെ നമ്മൾ വിശുദ്ധിയിൽ സംരക്ഷിക്കണം. നമ്മളുടെ കുടുംബങ്ങളിൽ വിശുദ്ധിയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഉണ്ടെന്ന് പറയാൻ നമുക്കാകില്ല. കാരണം നമ്മുടെ കിടപ്പറകളിൽ പോലും മദ്യവും മറ്റും കടന്നു വരുന്നു. ഇന്ന് വിവാഹത്തിന്റെ ക്ലാസ് കൂടാൻ പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി വരുന്ന നിങ്ങളുടെ പുരുഷന്മാർ മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക പെൺകുട്ടികളും കുഴപ്പമില്ല എന്ന മറുപടിയാണ് തരിക. ഇതേ മറുപടി തന്നെയാണ് ആൺകുട്ടികളും തരിക. ഒരൽപ്പം മദ്യം കഴിക്കുന്നത് തെറ്റല്ല. അതെ, ഈ മദ്യം കഴിച്ചുകൊണ്ടാണ് പലപ്പോഴും കിടപ്പറ നമ്മൾ പങ്കുവെക്കുന്നത്. ഇതിന്റെ ഫലമെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. തിന്മയെ അകത്താക്കിക്കൊണ്ട്, തിന്മയെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നാം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് ദൈവ പൈതലാവില്ല. ദൈവത്തോട് ചേർന്ന് സൃഷ്ടി നടത്തിയാൽ മാത്രമേ ദൈവ പൈതൽ ഉണ്ടാവുന്നുള്ളൂ. നാം നമുക്ക് തന്നെ ചിതയൊരുക്കുന്നു. അതിനാൽ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, കിടപ്പറ മലിനമാകാതെ സംരക്ഷിക്കണം. ജാരസന്തതികൾ പിറക്കുന്നത് കിടപ്പറയിലാണ്. എങ്ങനെയാണ് ഒരു ജാരസന്തതി പിറക്കുന്നത്? ജാരസന്തതി പിറക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പകൽ സഞ്ചരിക്കുന്ന വഴികളിൽ കാണുന്ന, പുരുഷൻ കാണുന്ന സ്ത്രീകളെ പുരുഷന്റെ മനോമുകുരത്തിൽ സാത്താൻ ഒളിപ്പിച്ചു വയ്ക്കും. സ്ത്രീകൾ കാണുന്ന പുരുഷന്മാരെയും ഇതേപോലെ ഒളിപ്പിച്ചു വയ്ക്കും. കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാകും. തത്സമയം സാത്താൻ അവന്റെ പണിശാല തുറക്കും. പകൽ കണ്ട ആ സൗന്ദര്യങ്ങളെ സാത്താൻ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. ഈ കൂടെ കിടക്കുന്ന ഈ ഭാര്യയേക്കാൾ എത്രയോ സൗന്ദര്യമുള്ള പെണ്ണാണ് നീ കണ്ടതെന്ന് ചോദിക്കും. നമ്മൾ തലയാട്ടും, അല്ലെങ്കിൽ മൗനം പിടിക്കും. മൗനം സമ്മതം.
ഇതേ ചോദ്യം ഭാര്യയോടും ചോദിക്കും. അവിടെ എന്ത് സംഭവിക്കുമെന്നറിയുമോ? മനോമുകുരത്തിൽ, ഹൃദയത്തിൽ അന്യപുരുഷന് സ്ഥാനം നൽകി കിടപ്പറ പങ്കിട്ടാൽ ജാരസന്തതി പിറക്കും. മനോമുകുരത്തിൽ, ഹൃദയത്തിൽ അന്യ സ്ത്രീക്ക് സ്ഥാനം നൽകിക്കൊണ്ട് കിടപ്പറ പങ്കിട്ടാൽ അവിടെയും ജാരസന്തതി പിറക്കും. ജാരസന്തതി മാതാപിതാക്കളുടെ ഘാതകരായിരിക്കും. അമ്മയെ മകൻ വെട്ടി, അപ്പനെ മകൻ വെട്ടി എന്ന് പറയുമ്പോൾ അതിശയോക്തി വേണ്ട. ആ മകനെ സൃഷ്ടിച്ചത് ഈ വിധമാണ്. ആ മകൻ ജാരസന്തതിയാണ്. അവൻ മാതാപിതാക്കളുടെ ഘാതകനായിരിക്കും. അന്വേഷിച്ചെങ്ങും പോണ്ട. ഉൽപാദകൻ നമ്മൾ തന്നെയാണ്. ദൈവത്തിന് പങ്കില്ല. ആയതിനാൽ ശ്രവിക്കുന്ന നല്ല സഹോദരങ്ങളെ, നാം നമ്മുടെ കിടപ്പറ മലിനമാകാതെ സംരക്ഷിക്കണം. ദൈവം നമ്മൾക്ക് കനിഞ്ഞു തന്ന ഒരു അനുഗ്രഹത്തിന്റെ കൃപാസ്രോതസ്സാണ് വിവാഹമെന്ന കൂദാശ. ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വധൂവരന്മാരെ തിരയുമ്പോൾ കഴിവതല്ല പൂർണ്ണമായും നിങ്ങൾ ദൈവത്തിൽ അധിഷ്ഠിതമായി ചിന്തിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ദൈവത്തിന്റെ കൽപ്പന വിട്ടു ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ നാശത്തിനുള്ള തുടക്കമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ദൈവം സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ സഹായവും എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി എപ്പോഴും പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഏറ്റവും വലിയ ആരാധനയാണ് കൃതജ്ഞത. നമ്മളുടെ നന്ദി പ്രകാശനമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരേ ഒരു നന്മ. ഹൃദയം തുറന്ന് നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. എല്ലാം അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷകനുമായ ഈശോ മിശിഹ വഴി നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണവും സമാധാനവും അതുവഴി നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ.